ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബെന്നി മൂലമറ്റം. ദി വുഡ് വിസ്പറർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ മരങ്ങളുടെ രാജാവായ തേക്കിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മരങ്ങളുടെ രാജാവായ ഒരു കൂറ്റൻ തേക്ക് മരത്തിൻ്റെ അടുത്താണ്. തേക്കിൻ്റെ ശാസ്ത്രീയ നാമം ടെക്ടോണ ഗ്രാൻഡിസ് എന്നാണ്. ടെക്ടോണ എന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. ടെക്ടോണ ഗ്രാൻഡിസ് എന്നുള്ളതിൻ്റെ അർത്ഥം ആശാരിയുടെ സന്തോഷം എന്നുള്ളതാണ്. അതായത് ഈ മരം കൊണ്ട് ഫർണിച്ചർ അല്ലെങ്കിൽ മറ്റുള്ള പണികളൊക്കെ ചെയ്യുവാനായിട്ട് ആശാരിക്ക് അത്രയേറെ കംഫർട്ടബിളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മരമാണ് തേക്ക്. നമ്മുടെ നാട്ടിൽ വുഡൻ ഫർണിച്ചറിൽ 90% തേക്കിലാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ കാരണം ഇതിൻ്റെ ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയുമാണ്. തേക്കിൻ്റെ ഫർണിച്ചർ നൂറ്റാണ്ടുകളോളം ഉപയോഗിക്കാം എന്നാണ് പറയപ്പെടുന്നത്. മരങ്ങളുടെ രാജാവായതുകൊണ്ട് തന്നെ തരുരാജൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. തേക്ക് ഏകദേശം 40 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ്. നല്ല നീർവാർച്ചയുള്ളതും നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ മണ്ണിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് വളരുന്നത്. തേക്ക് തടിക്കും തെമ്മാടിക്കും എവിടെയും കിടക്കാം എന്നാണല്ലോ പഴമൊഴി. ഇത്രയും ക്വാളിറ്റി ഈ തേക്കിനുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിന് പിന്നിലൊരു വലിയ രഹസ്യമുണ്ട്. മറ്റൊരു മരത്തിനും കാണാത്ത ഒരു സവിശേഷതയാണ് ഇതിനുള്ളത്. ഈ മരത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം എണ്ണയുണ്ട്. ഈ എണ്ണയുടെ സാന്നിധ്യമാണ് ഇത്രയും ഡ്യൂറബിലിറ്റി ഈ മരത്തിനുണ്ടാകുവാനായിട്ട് കാരണം. തേക്ക് തടിയുടെ മറ്റൊരു ഗുണം ഇതിൻ്റെ ആകർഷകമായ കളറാണ്. വളരെ സവിശേഷമായ തവിട്ട് കലർന്ന ഒരു ഗോൾഡൻ കളറാണ് ഇതിനുള്ളത്. നന്നായിട്ട് നാം പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കളർ മങ്ങാതെ അതുപടി എന്നും നിലനിൽക്കുകയും ചെയ്യും. ഈ തടിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രെയിൻസ് ആണ്, അഥവാ ഇതിൻ്റെ ഡിസൈൻ. നാം ഇതിൻ്റെ തേക്ക് തടിയുടെ മരത്തിന് പുറമേ കാണുന്ന ആ ഒരു ഡിസൈൻ, അതിന് ഗ്രെയിൻസ് എന്നാണ് പറയുക. ഈ ഗ്രെയിൻസ് ഇതിനുണ്ടാകുന്നത് ഈ തേക്കിനുള്ളിൽ രൂപപ്പെടുന്ന വാർഷിക വലയങ്ങൾ മൂലമാണ്. ഓരോ വർഷവും ഇതിനുള്ളിൽ ഇങ്ങനെ വലയങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഈ വലയങ്ങളാണ് നാം ഇതിൻ്റെ ഡിസൈനായിട്ട് പുറത്ത് കാണുന്നത്. വളരെ സവിശേഷമായ, വളരെ ആകർഷകമായ പാറ്റേണിലുള്ള ഡിസൈനാണ് ഇതിനുള്ളത്. മറ്റൊരു മരത്തിനും കാണാൻ നമുക്ക് സാധിക്കുകയില്ല ഇത്രയും ആകർഷകമായൊരു ഡിസൈൻ. പണിയായുധങ്ങളുമായിട്ടുള്ള തടിയുടെ പ്രതികരണം തടിയുടെ ഉപയോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൽ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന കൈവാള്, ചിന്തേര്, ഉളി, കൊട്ടുപൊടി തുടങ്ങിയവയുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ്. കൂടാതെ അറക്കാനും പ്ലെയിൻ ചെയ്യാനും കട്ട് ചെയ്യാനും കടയാനുമായിട്ട് നാം ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധവും നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പെയിൻറ്റ്, പോളിഷ് ഇവ സ്വീകരിക്കുവാനുള്ള കഴിവും പ്രധാനപ്പെട്ടതാണ്. തേക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് ഇത്തരം എല്ലാത്തരം പ്രവൃത്തികളെയും സ്വീകരിക്കുവാനുള്ള ഒരു അസൂയാവഹമായ കഴിവ് തേക്കിനുണ്ട് എന്നുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്കായി തടി ഉരുപ്പിടികൾ കൂട്ടിച്ചേർക്കുവാനായിട്ട് ആണിയും സ്ക്രൂവുമൊക്കെ അടിച്ചും പിരിച്ചും നമുക്ക് ഈ തടിയുടെ ഉള്ളിലേക്ക് ചെലുത്തേണ്ടതായിട്ട് വരും. ഇത്തരം അവസരങ്ങളിൽ ഉരുപ്പടിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാതെ ഈ ആണിയെ യഥാവധി സ്വീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തേക്കിനുണ്ട്. ഇനി നമുക്ക് തേക്ക് തടിയുടെ ബലസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. തടിയുടെ ബലസംബന്ധമായ കാര്യത്തിൽ മരം വളരുന്ന പ്രദേശത്തെ കാലാവസ്ഥയും മണ്ണുമൊക്കെ കുറേയൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പശ്ചിമ തീരത്തുള്ള തേക്ക് മധ്യേന്ത്യയിലെ തേക്കിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതായിട്ടാണ് പരീക്ഷണങ്ങൾ കാണിക്കുന്നത്. തടിയുടെ ബലത്തിൻ്റെ കാര്യത്തിൽ മരത്തിൻ്റെ പ്രായവും പ്രധാനപ്പെട്ടതാണ്. തേക്ക് നല്ല മൂപ്പെത്തുന്നത് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നത് ഏകദേശം 50 വർഷം പ്രായമാകുമ്പോഴാണ്. ഈ മരമൊക്കെ ഏകദേശം 60 വർഷത്തോളം പ്രായമുള്ള മരമാണിതൊക്കെ. എങ്കിലും 30 വർഷമെങ്കിലും പ്രായമുള്ള മരം നാം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതിൽ കുറഞ്ഞ പ്രായത്തിലുള്ള മരം നാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തേക്കിൻ്റെ ബലവും ഡ്യൂറബിലിറ്റിയും വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ 50 വർഷമൊക്കെ പ്രായമുള്ള തേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയും പ്രായമുള്ള തേക്ക് നമുക്ക് സർക്കാർ ഡിപ്പോയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നാട്ടിലുള്ള തേക്ക് ഒക്കെ അതിലൊക്കെ വളരെയധികം പ്രായം കുറവായിരിക്കും. അപ്പോൾ നാം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 30 വർഷത്തിൽ കുറഞ്ഞ പ്രായമുള്ള തേക്കുകൾ നാം സെലക്ട് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഇന്നിനി അധികമൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ പഴമൊഴി. അപ്പോൾ
മരത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ മേഖലയിലും ഫർണിച്ചർ നിർമ്മാണ മേഖലയിലും മരം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോയിൽ തേക്കിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും അറിവുകളുമായി കാണുന്നവരെ ബൈ. Like, comment, and subscribe.